ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മണി പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻസാണ്. അത് നമ്മൾ ബുഷിയായിട്ട് സെറ്റ് ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നത്. കുറച്ച് പേര് നമ്മൾ മുന്നത്തെ വീഡിയോ ഇട്ടപ്പം ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇങ്ങനെ ബുഷിയായിട്ടൊക്കെ വളരുന്നതെന്ന്. അപ്പോൾ സിമ്പിളാണ്. ഇത് നമ്മൾ ഓൾറെഡി അങ്ങനെ ബുഷിയാക്കി വളർത്തിയെടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ കുറച്ച് ഹാങ്ങിങ് പോട്ടായിരുന്നു. ആ ഹാങ്ങിങ് പോട്ടിനെ നമ്മളിതുപോലെ ബുഷിയായിട്ട് വളർത്തിയെടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ താഴേക്ക് നീണ്ടു വന്നിട്ടുള്ള ഈ കട്ടിങ്സൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചുരുട്ടി വെച്ചിട്ടോ ഈ ഒരു പോട്ടിലേക്ക് തന്നെ കയറ്റി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ നിയോൺ പത്തോസാണ്. ഇത് ഗോൾഡൻ പോത്തോസാണ്. അതുപോലെ തന്നെ ഇത് മഞ്ജുള വിഭാഗത്തിൽപ്പെടുന്നൊരു മണി പ്ലാന്റ് ആണ്. ഇത് നമ്മളുടെ നേരത്തെ കണ്ട തന്നെ ഗോൾഡൻ വിഭാഗത്തിൽ പെടുന്ന തന്നെ ഒരു മണി പ്ലാന്റ് ആണ്. അപ്പോൾ ഇതും കുറച്ച് ധാരാളമായിട്ട് ഹാങ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മളത് ചേഞ്ച് ചെയ്തിട്ട് ഇതുപോലെ ബുഷിയായിട്ട് വളർത്തിയെടുക്കാനാണ് വിചാരിക്കുന്നത്. ഇത് നമ്മളുടെ മാർബിൾ പത്തോസാണ്. നമ്മളടുത്ത് ആകെ ചെറിയൊരു പീസായിരുന്നു. അത് നമ്മൾ കട്ട് ചെയ്തിട്ട് രണ്ടാക്കിയിട്ട് വെച്ച് കൊടുത്തായിരുന്നു. ഇപ്പോൾ ഏകദേശം പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ ഒരു പോട്ടിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബുഷിയായിട്ട് വളർന്ന് കിട്ടുന്നതാണ്. ഇത് അതുപോലെ തന്നെ സാധാരണ തന്നെ നമ്മുടെ ഗോൾഡൻ പോത്തോസാണ്. അപ്പോൾ ഇതും നമ്മളതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ എൻജോയ് പത്തോസാണ്. ഇതാണ് കുറച്ച് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നതാണ്. ഇതുപോലെ ബുഷി ആയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ടുണ്ട് ഒരു പത്തോസാണ് ഈ എൻജോയ് പത്തോസ് എന്ന് പറയുന്നത്. ഒന്നും ചെയ്യാനില്ല, നീളം വരുന്നതിനനുസരിച്ച് കട്ട് ചെയ്യുക, ഈ പോട്ടിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൽ ചെയ്യാനുള്ളൂ. അപ്പം നമുക്ക് ഈ നീളം വെച്ചതൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു കെയർ പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം. സാധാരണ നമ്മുടെ ഗാർഡനിങ് സോയിലും അതുപോലെ തന്നെ ചാണകപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പോട്ടി മിക്സ് എന്ന് പറയുന്നത്. അതിൽ നമ്മളൊരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വെച്ച് കൊടുക്കുക. അത്രയും ചെയ്താൽ മതി. മെയിനായിട്ട് തണലുള്ള ഏരിയയിൽ വെച്ച് കൊടുത്താലും ഗ്രോത്ത് ഉണ്ടാവുന്നതാണ്. എന്നാലും ഈ പത്തോസ്, ഈ എൻജോയ് പത്തോസിനൊക്കെ അതിൻ്റെ ഒരു കളർ വേരിയേഷൻസ് നല്ല ഭംഗിയിൽ കിട്ടണമെങ്കിൽ ഒരു ഇൻഡയറക്റ്റായിട്ട് ലൈറ്റ് കിട്ടുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മളങ്ങനെ വെക്കുന്നതൊന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഈ ഒരു നിയോൺ പോത്തോസ് എടുത്തിട്ട് നമ്മൾ ലീഫും അതുപോലെ തന്നെ വേരോട് കൂടിയിട്ട് നമ്മൾ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു മാസം മുന്നേ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഇലകളൊക്കെ ഇതിൽ നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട്. പുതുതായിട്ട് ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ബുഷിയായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇലയിലും അതുപോലെ തന്നെ തണ്ടും വേരോട് കൂടിയ ഭാഗം എടുക്കുക മണി പ്ലാന്റിൻ്റെ, എന്നിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഓരോ പീസും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന ഈ നീണ്ടു നിൽക്കുന്ന ഭാഗം നമുക്ക് പോട്ടിലേക്ക് തന്നെ ആഴ്ത്തി വെച്ച് കൊടുക്കാം. നമ്മൾ എല്ലാ ലീഫ് നോഡിൻ്റെ ഇടയിൽ നിന്നും വേരുള്ളത് കൊണ്ട് അങ്ങനെ ഇറക്കി വെച്ച് കൊടുത്താലും ഈസി ആയിട്ട് വളർന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നല്ല നീളം വെച്ചിട്ടുള്ള എല്ലാ കഷ്ണങ്ങളും ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഡാർക്ക് വെയിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ലീഫുകളൊക്കെ മഞ്ഞ കളറിൽ നിന്നും മാറി ഒരു വൈറ്റ് കളറായിട്ട് വരും. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കൊടുത്താലുള്ള പ്രശ്നം ഇതാണ്. എന്നാലൊരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയില്ലെങ്കിലും ഇലകളൊന്നും ഹെൽത്തി ആയിട്ട് വരില്ല. അപ്പോൾ നമ്മൾ ഈ മണി പ്ലാന്റ് വെക്കുമ്പോൾ ആ ഒരു ഷെയ്ഡ് നോക്കി വെക്കാൻ ശ്രദ്ധിക്കുക. നല്ല വെയിലത്ത് വെച്ചാൽ ഈ ഇലകളൊക്കെ ഒരു മങ്ങിച്ച ഒരു വൈറ്റ് കളറിലേക്ക് മാറുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കട്ടിങ്സ് എടുത്തിട്ടുണ്ട്. ബാക്കി ആദ്യം നമുക്ക് പോട്ടിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇവിടെയുള്ള ഈ കട്ടിങ്സും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കട്ട് ചെയ്തപ്പോൾ തന്നെ കുറച്ചൊന്ന് ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന പീസുകളൊക്കെ ഒന്ന് നമ്മൾ പോട്ടിലേക്ക് തന്നെ ആഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് പോട്ടിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നല്ലൊരു ഭംഗിയായിട്ടുണ്ട് കാണാൻ. ഇതുപോലെ നമുക്ക് മറ്റേ പോട്ടും കൂടി ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ഇത് നമ്മളുടെ ഗോൾഡൻ പത്തോസാണ്. അപ്പോൾ അത് ഒരുപാട് ലെങ്തി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഓവറായിട്ട് ലെങ്ത്ത് വെച്ചിട്ടുള്ള എല്ലാ ഭാഗവും നമ്മളൊരു പകുതി വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി ഭാഗം നേരത്തെ നമ്മൾ ചെയ്ത പോലെ പോട്ടിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ബുഷിയായിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നവരാണ് വെച്ച് കൊടുക്കുക. അതുപോലെ ഒരുപാട് പോട്ടൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിലും മതിലൊക്കെ വെച്ച് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി എല്ലാം ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതുപോലെ നേരെ കട്ട് ചെയ്യാതെ വിട്ടാൽ മതി. അപ്പോൾ ഈ ബാക്കി ഭാഗങ്ങളൊക്കെ ഞാൻ ഉള്ളോട്ടൊന്ന് ആഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടും അങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതി.
മറ്റ് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പീസൊക്കെ നമ്മൾ വേറൊരു പോട്ടിലേക്ക് നിന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള പീസായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഒരു ചെറിയൊരു ലെങ്ത്തിൽ ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചെറിയൊരു പോട്ടിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. മണി പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് വാട്ടർ പ്ലാന്റ് ആയിട്ട് വരെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ തന്നെ ഇൻഡോറൊക്കെ ആയിട്ട് വെക്കാം. പക്ഷേ ഇതുപോലെ ബുഷിയും ബൾക്കൊക്കെ ആയിട്ട് രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഔട്ട്ഡോറിൽ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ കിട്ടിയാലുള്ള ആ ഒരു ഭംഗിയിൽ നമുക്ക് വളർത്താൻ പറ്റുള്ളൂ. നേരെ മറിച്ച് കുഞ്ഞു പോട്ടുകളിലൊക്കെ നമുക്ക് വീട്ടിൽ ബാൽക്കണിയിൽ വിൻഡോ സൈഡിൽ ഡൈനിങ് ഏരിയയിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുള്ള പീസൊക്കെ ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു പോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സാധാ ഒരു പോട്ട് തന്നെയാണ്. അപ്പോൾ അതിൽ വെച്ച് കൊടുക്കാം. ബുഷിയായിട്ട് വളർന്നതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ ഡിപ്പ് ചെയ്ത് വെച്ചൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് എടുത്തിട്ട് ആദ്യം ഒരു കുഴി പോലെ കുഴിച്ചിട്ട് ഓരോരോ പീസായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ പീസുകൾ ഇതിൻ്റെ അടുത്തേ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മളെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.